ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷങ്ങൾക്കായി മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടരുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ മൂന്നാറിൽ. കഴിഞ്ഞ 4 ദിവസമായി അനിയന്ത്രിതമായ തിരക്ക് മൂന്നാർ ടൗണിൽ ഉൾപ്പെടെ പലയിടങ്ങളിലും അനുഭവപ്പെടുന്നുണ്ട്. സഞ്ചാരികളുടെ വരവ് കൂടിയതോടെ ഗതാഗത കുരുക്കും നിർഭാഗ്യവശാൽ രൂക്ഷമായി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. രാഹുൽ വിജയൻ ചേരുന്നു വിശദാംശങ്ങളുമായി. പറയൂ രാഹുൽ, മൂന്നാർ തണുത്ത് മരവിക്കുന്നു എന്ന ഒരു വിശേഷം കൂടിയുണ്ട്. തീർച്ചയായിട്ടും ഇത്തവണ നേരത്തെ അതിശൈത്യം എത്തിയിരുന്നു. -ഡിഗ്രിയിലേക്കൊക്കെ തണുപ്പ് പോയിരുന്നു. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികളുടെ വരവ് ഒരല്പം നേരത്തെ തന്നെ മൂന്നാറിലേക്ക് തുടങ്ങിയതാണ്. അതങ്ങനെ തന്നെ തുടരുകയാണ്. ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷത്തിനായി നിരവധി പേരാണ് മൂന്നാറിലേക്ക് വരുന്നത്. മുൻ വർഷങ്ങളിലൊന്നും ഇത്രയും അധികം തിരക്ക് ഈ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, വലിയ തിരക്ക്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അത് രാവിലെ വലിയ കുഴപ്പമില്ല. സാധാരണ രീതിയിലുള്ള ആളുകളൊക്കെ ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് റൂമിലേക്കൊക്കെ കയറും. അതിനുശേഷം ഒരു 10 മണിക്ക് ശേഷം ഈ വാഹനങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങും. ഈ സൈറ്റ് സീയിങ് ഒക്കെ പോകുന്ന വാഹനങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങും. അന്നേരം ഉണ്ടാകുന്ന തിരക്ക് മൂന്നാർ ടൗണിലേക്ക് പിന്നെ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അവിടെ നിന്ന് പല ആളുകളും നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തവണത്തെ പ്രത്യേകം നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ -ഡിഗ്രിയിലേക്ക് ഈ ഘട്ടത്തിൽ തന്നെ തണുപ്പെത്തിയിരുന്നു. അത് കാണാനെത്തിയ ആളുകളാണ് കൂടുതലും. അതുപോലെ തന്നെ അവധി ദിവസവും കൂടുതലുണ്ട്. ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് കുറച്ചധിക ദിവസത്തേക്ക് ആളുകൾ മൂന്നാറിലേക്ക് വരുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പോലീസിന്റെയും അതുപോലെ തന്നെ എക്സൈസിന്റെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണവും പരിശോധനയും മൂന്നാർ മേഖലയിൽ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് അവരും അറിയിച്ചിരിക്കുന്നത്. ന്യൂ ഇയറിന് ഹോട്ടലുകളും റിസോർട്ടുകളും ഹോം സ്റ്റേകളും കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക പരിപാടികൾ ഓരോ മേഖലയിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ ലഹരി പാർട്ടികളൊന്നും നടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ലഹരിയുടെ ഉപയോഗം ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താനും വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള നടപടികൾ പോലീസിന്റെയും എക്സൈസിന്റെയും ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും സഞ്ചാരികളുടെ വലിയ തിരക്കാണ്. ഇനി ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാലും കുരുക്കിൽ കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരാളുകൾ കുറച്ച് ദിവസം അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയാലും കുഴപ്പമില്ല. ന്യൂ ഇയർ ഒരു 2 ദിവസം അങ്ങോട്ട് മാറി ആഘോഷിക്കാൻ കരുതിയാലും തെറ്റൊന്നുമില്ല എന്ന് ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. അത്ര കണ്ട് തിരക്കാണ്. എല്ലാ കാഴ്ചകളും ഭംഗിയായിട്ട് കാണണമെങ്കിൽ തിരക്കൊരൽപ്പം കുറഞ്ഞതിന് ശേഷം വന്നാലും കുഴപ്പമില്ല. എന്തായാലും ന്യൂ ഇയറിന്റെ ആഘോഷത്തിനുള്ള ആളുകൾ ഓൾറെഡി മൂന്നാറിൽ തങ്ങിയിട്ടുണ്ട്. അതിന്റെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.